ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പോൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. നമ്മൾ പിന്നെ വർക്കുകളൊന്നും വല്ലാതെ വണ്ടിയുടെ എടുത്തിട്ടുമില്ല കേട്ടോ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ അങ്ങനെ മടിയൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ പിന്നെ എന്താ പറയുക, അങ്ങനെ ചെയ്യാതെ വെച്ചിട്ട് ഇപ്പോൾ ഒരുപാട് വർക്കുകൾ പെൻഡിങ് ആയി. അപ്പോൾ ആ പെൻഡിങ്ങിൽ കുറച്ച് വർക്കുകൾ നമ്മൾ ഇന്ന് തീർക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാമ്പർ ബുഷ്, വീലിൻ്റെ ഉള്ളിൽ വരുന്ന ഡാമ്പർ ബുഷ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മേടിച്ച് വെച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇത് വീൽ എന്തെങ്കിലും അഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് മാറ്റാന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു. പിന്നെ നമ്മുടെ ബ്രേക്ക് ഷൂസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, അതും പറയുന്നുണ്ട്. ഓക്കെ, പിന്നീട് നമ്മൾ ചെയ്യുന്നത് ക്ലച്ച് കേബിൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ സ്പീഡോമീറ്റർ കേബിൾ സ്ഥിരമായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ചെറിയൊരു മെയിൻ്റനൻസ് ഉണ്ട്. അത് നിർബന്ധമായിട്ടും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കേബിൾ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ പിന്നെ മീറ്ററൊക്കെ കംപ്ലൈൻ്റ് ആവുന്ന പ്രശ്നങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാക്സിമം നമുക്ക് ഒഴിവാക്കാനും പറ്റും. പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചെയിൻ നമ്മൾ ആ കംപ്ലീറ്റ് ചെയിൻ അടക്കം നമ്മൾ റിമൂവ് ചെയ്തെടുക്കും. അതേപോലെ ചെറിയ സ്പ്രോക്കറ്റ് ഉണ്ടാവും, ഫ്രണ്ടിലുള്ള ചെറിയ സ്പ്രോക്കറ്റ്, അത് റിമൂവ് ചെയ്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് രണ്ടാമത് നമ്മൾ പിന്നെ ഫിറ്റ് ചെയ്തിട്ട് ലൂബ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആ ചെറിയ സ്പ്രോക്കറ്റിൻ്റെ ഭാഗത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, അതും കൂടി നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീല് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന സാധനത്തിൻ്റെ പേരാണ് ഡാമ്പർ ബുഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് കാലം ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 10-40,000 ഒക്കെ ഓടിയിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ഈ ബുഷിന് കംപ്ലൈൻറ്റ് വരും. ഇത് ചെറിയ തേയ്മാനം വരും. അതേപോലെ തന്നെ ഇതിങ്ങനെ കട്ടായി പോവുകയും ചെയ്യും. ഈ രണ്ടെണ്ണം അങ്ങനെ പിന്നെ യോജിപ്പിച്ച് വെച്ച സാധനം അങ്ങനെ കട്ടായി പോകും. കട്ടായി പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്കിത് ഫിക്സ് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളൂ. എന്നാലും വണ്ടിക്ക് ഓടാനും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ചെറിയ തേയ്മാനം വന്നതിൻ്റെയൊക്കെ ചെറിയൊരു പ്ലേ ഉണ്ടാവുമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ വീല് അഴിക്കുന്നതിൻ്റെയൊക്കെ പിന്നെ മുമ്പുള്ള ഒരുപാട് വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പിന്നെ വീഡിയോ അല്ല ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ വീൽ അഴിച്ചതിന് ശേഷം നമ്മുടെ ചെയിനും കൂടി നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട്, അഴിച്ചെടുക്കാനുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചെയിനൊക്കെ പിന്നെ എന്താ പറയുക, നല്ല രീതിയിൽ അഴുക്ക് വന്ന് കിടക്കുകയാണ്. കുറേ നാളായി ഇത് ചെയ്തിട്ട്. അപ്പോൾ നമ്മളിന്ന് ഫുള്ളായിട്ട് നമ്മളത് ചെയിൻ തന്നെ അഴിച്ചെടുത്തിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ളൊരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ ചെയിൻ അഴിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമുക്ക് ഇങ്ങനെ ഒരു ലോക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ലോക്ക് നമുക്കൊരു സാധാരണ ഒരു നോർമൽ പ്ലെയർ ഉപയോഗിച്ചിട്ട് നമുക്കിത് അഴിച്ചെടുക്കാവുന്നേ ഉള്ളൂ, ആർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ വെച്ച് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഞാൻ മുമ്പും നമ്മുടെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. സ്വന്തമായിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളെ മുമ്പുള്ള എല്ലാ വീഡിയോസും നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ചെയിൻ ആദ്യം ഒന്ന് ലൂസ് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു നെറ്റ് ലൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ആ ഒരു ലോക്ക് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ചെയിൻ അഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ചെയിൻ അഴിച്ചെടുക്കുന്നതും അതിൻ്റെ ഇതേപോലെ ക്ലീനിങ്ങും അതുപോലെ തന്നെ ലൂബ് ചെയ്യുന്നതും എല്ലാതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുമ്പുള്ള വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് നീട്ടിപ്പരത്തി നമ്മുടെ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചെയിന് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത്, ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണത്. ചെയിനിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്ത് സ്പ്രോക്കറ്റിൻ്റെ ഭാഗം നമ്മൾ പലരും മൈൻഡ് ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് നിർബന്ധമായി നമ്മൾ ആ ഒരു ഭാഗം കൂടി അഴിച്ച് നോക്കണം, എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. 8ൻ്റെ 2 ബോൾട്ടുകളാണ് വരുന്നത്. ഒരു ടീ സ്പാനർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് അഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഹോണ്ട യൂണിക്കോൺ ആണ്. ഇപ്പോൾ നിങ്ങളുടെ വണ്ടി ഏതാണെങ്കിലും ഈ ഇതുപോലുള്ള പിന്നെ പ്രത്യേകിച്ചും മഴക്കാലത്ത് നമുക്ക് കുറച്ച് മെയിൻ്റനൻസും കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ കണ്ടില്ലേ, നമ്മുടെ ഈ ഒരു ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ ഭാഗത്ത് ഇതിന് ചെറിയൊരു കണ്ടില്ലേ, ഇങ്ങനെ ഒരു ലൈക്ക് എന്താ പറയുക, ഒരു പ്ലേ അവിടെ കാണുന്നുണ്ട്. ആ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ട് വരുന്ന പ്ലേ തന്നെയാണ്. പിന്നെ ഏകദേശം ഒരു 10-22,000 കിലോമീറ്റർ നമ്മുടെ ചെയിൻ ഓടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു തേയ്മാനം അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് സാധാരണ ഇത് അഴിച്ചിട്ടൊന്നും ഞാൻ ക്ലീൻ ചെയ്യാറില്ല. പക്ഷേ ഇന്ന് നമ്മളിതൊന്ന് അഴിച്ചിട്ട് നോക്കാനുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ നമ്മൾ ആ 10ൻ്റെ 2 ബോൾട്ടുകളാണ്. അത് നമുക്ക് ഈസി ആയിട്ട് ഒരു ടീ സ്പാനർ ഉപയോഗിച്ചിട്ട് അഴിച്ചെടുക്കാൻ പറ്റും. അതിന് ശേഷം നമുക്ക് ഇതുപോലെ കണ്ടില്ലേ, അത് വെള്ളം ഒക്കെ കുറച്ചൊക്കെ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ആ ഒരു കളറ്. കണ്ടില്ല, ഒരു ബ്രൗൺ കളർ അവിടെ വരാനുള്ള കാരണം തന്നെ ആ വെള്ളത്തിൻ്റെ ഒക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ പ്രത്യേകിച്ച് മഴക്കാലത്ത് ഓടുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഇതൊക്കെ ഇടയ്ക്കൊന്ന് അഴിച്ചിട്ട് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതേപോലെ നമ്മൾ ഈ ഒരു ന്യൂട്രൽ ഇട്ടതിന് ശേഷം കണ്ടില്ല, ഇതൊന്ന് ജസ്റ്റ് തിരിച്ചു നോക്കുക. എന്നിട്ട് അതുപോലെ മുകളിലേക്കും താഴേക്കും എന്തെങ്കിലും പ്ലേ ഉണ്ടോ എന്നുള്ളത്, ആ ഒരു ഉള്ളിലേക്ക് പോയിരിക്കുള്ള അതെന്തെങ്കിലും പ്ലേ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ പ്ലേ ഒക്കെ വല്ലാതെ വലിയ പ്ലേ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം കൂടി ഞാനതേ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ സ്പ്രോക്കറ്റ് ഉണ്ട്, അതേപോലെ അതിൻ്റെ കൂടെയുള്ള ചെറിയൊരു ക്ലാമ്പ് പോലെയുള്ള സംഭവമുണ്ട്. പിന്നെ നമ്മുടെ ചെയിനിൻ്റെ ആ ഒരു ലോക്ക് സംഭവങ്ങളും എല്ലാം
അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളത് മണ്ണെണ്ണയോ ഡീസലോ എന്താ നമ്മുടെ സൗകര്യപ്രദമായ രീതിയിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിച്ചിട്ട് അത് ക്ലീൻ ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മളിത് ഈ ഒരു ഭാഗവും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് നമ്മുടെ ആ ഒരു ക്ലീൻ ചെയ്തിട്ടുള്ള നമ്മുടെ പുതിയ സ്പ്രോക്കറ്റ്, പുതിയത് എന്ന് പറഞ്ഞാൽ കണ്ടപ്പോൾ പുതിയത് തോന്നിപ്പോയി, അങ്ങനെ പുതിയതെന്ന് പറഞ്ഞു പോയതാണ്. അപ്പോൾ പുതിയതല്ല, പഴയ തന്നെ നമ്മൾ ക്ലീൻ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ അതിൽ നമ്മൾ അഴിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക എങ്ങനെ ഏത് ഭാഗമാണ് അഴിച്ചെടുത്തതെന്ന് നോക്കുക. അതേപോലെ ചെയിനിൻ്റെ കാര്യവും ശ്രദ്ധിക്കുക. ചെയിനിൻ്റെ 2 സൈഡ് ഉണ്ടായിരിക്കും, ആ സൈഡും പരമാവധി മാറിപ്പോവാതെ ഇടുന്നതായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചാൽ അതിൽ തേയ്മാനം ഓൾറെഡി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ തിരിച്ച് ചെയിൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ വണ്ടി ആ ഒരു സ്മൂത്ത്നെസ് കുറയാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. ഓക്കെ, ചെയിനിൻ്റെ ഡയറക്ഷനും അതേപോലെ ഈ സ്പ്രോക്കറ്റിൻ്റെ ഡയറക്ഷനും നേരത്തെ ഇട്ട അതേപോലെ തന്നെ ഇട്ടാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അതിന് ശേഷം നമ്മുടെ ചെയിൻ ഓൾറെഡി ലൂസ് കണ്ടീഷനിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ലോക്ക് ഇടാൻ വളരെ എളുപ്പമായിരിക്കും. ഇത് പിന്നെ എന്താ പറയുക, പിന്നെ സ്ഥിരമായിട്ട് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു പ്ലെയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, ഇതിൻ്റെ ഓപ്പൺ ആയിരിക്കുന്ന ഈ ഭാഗം നമ്മൾ ഈ താഴെ ഇരിക്കുന്ന നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒരു കോമ്പിനേഷൻ പ്ലെയർ, നമ്മൾ സാധാരണ ഒരു കോമ്പിനേഷൻ പ്ലെയർ അല്ലെങ്കിൽ നമുക്ക് നോസ് പ്ലെയർ ആയാലും മതി. നല്ല ക്വാളിറ്റിയുള്ള നോസ് പ്ലെയർ ആണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടി ഒരു എന്താ പറയുക, അതൊന്ന് പിടിക്കാനൊക്കെ കുറച്ചൊരു സ്ഥലം കുറവുണ്ടായിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇടാവുന്നേ ഉള്ളൂ. കണ്ടില്ലേ, ഞാനിപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞു. സിമ്പിളായിട്ട് നമുക്ക് ആർക്കും വേണമെങ്കിലും ഇടാവുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പഴയ ഡാമ്പർ ബുഷ് മാറ്റിയിട്ട് പുതിയ ഡാമ്പർ ബുഷ് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിക്സ് ആയിട്ട് അവിടെ ഇരുന്നോളൂ. നമുക്കിത് പിന്നെ വീൽ ഇടുന്ന സമയത്തൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. അതിന് ശേഷം നമ്മുടെ ബ്രേക്ക് ഷൂവും പഴയ ബ്രേക്ക് ഷൂ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 സാധനത്തിൻ്റെ വില നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് ജൂലൈ 2022, ഇത് കുറച്ച് മുമ്പ് മേടിച്ചാണ്. 121 രൂപയാണ് നമ്മുടെ ഡാമ്പർ ബുഷിൻ്റെ വില വന്നിട്ടുള്ളത്. ഇത് പുതിയത് തന്നെയാണ്. ഇത് മാർച്ച് 2023, അതിന് 273 രൂപയാണ് നമ്മുടെ ബ്രേക്ക് ഷൂവിന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വിലയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ നമ്മളെ വീലൊക്കെ ഫിക്സ് ചെയ്തു. അതേപോലെ നമ്മുടെ ചെയിനും കറക്റ്റ് ടൈറ്റ്നെസ് ആക്കി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് വീല് ഫിക്സ് ചെയ്തതിന് ശേഷം ചെയിൻ ഒന്നും കൂടി ഒന്ന് ടൈറ്റ്നെസ് ഒന്നും കൂടി ചെക്ക് ചെയ്യണം. ഇത് നമ്മളിത് വീലിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ സമയത്തും ഒരേ പിന്നെ ടൈറ്റ്നെസ് ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൈറ്റ്നെസ് വരുന്ന ഭാഗം എവിടെയാണെന്നുള്ളത് നോക്കുക. നമ്മളിങ്ങനെ ടയർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടൈറ്റ്നെസ് വരുന്ന ഭാഗം, ആ ഭാഗത്ത് ഈ പറയുന്ന ഫ്രീ പ്ലേ വരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. മനസ്സിലായോ? അതായത് ഏറ്റവും കൂടുതൽ നമ്മളിങ്ങനെ കറക്കി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടൈറ്റ്നെസ് എവിടെയാണോ വരുന്നത് അവിടെ നമ്മുടെ അവിടെ ലേബലിൽ മാർക്ക് ചെയ്തിട്ടുള്ള 25 mm അല്ലെങ്കിൽ 1 ഇഞ്ച് ഫ്രീ പ്ലേ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ചെയിൻ കവറും ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയിൻ കവർ ഫിക്സ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ചെയിൻ ഇതിൽ ഒരയുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ആ പൊസിഷനൊക്കെ നോക്കിയിട്ട് വേണം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ കാര്യം ലാസ്റ്റ് നോക്കാൻ. ബ്രേക്ക് നമ്മളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ബ്രേക്ക് കറക്റ്റ് ബ്രേക്ക് കിട്ടുന്ന രീതിയിൽ വയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ബ്രേക്ക് ഷൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള കമ്പനീസ്, അതായത് ഹോണ്ടയുടെ അല്ലാതെ മറ്റ് കമ്പനീസ് മേടിച്ച് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കൊന്ന് അഴിച്ചിട്ട് നോക്കുക വേണം നിർബന്ധമായിട്ട്. ഇല്ലെങ്കിൽ നമ്മളെ ഉള്ളിലുള്ള ഡ്രമ്മ് വരെ തേയ്മാനം വന്ന് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നമ്മുടെ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല. കാരണം കേബിൾ നല്ല കണ്ടീഷനിലുള്ള സാധനം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളെ ക്ലച്ച് കേബിൾ കണ്ടില്ലേ, ക്ലച്ച് കേബിൾ കുറച്ച് അവിടെ ഔട്ടർ വരുന്ന ഭാഗം കട്ടായി പോയിട്ടുണ്ട്. ഞാനവിടെ ടാപ്പൊക്കെ ചുറ്റി വെച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്പീഡോമീറ്ററിൽ ചെറിയൊരു മെയിൻ്റനൻസ് ചെയ്യാണ്ട്. എല്ലാവർക്കും വളരെ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമാണിത്. പക്ഷേ ഇത് ചെയ്യാൻ മടി കാണിക്കുന്നതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ ഈ കേബിൾ ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരുന്ന ഒരു പ്രശ്നമൊക്കെ വരാറുണ്ട്. ഇതിപ്പോൾ ഒറിജിനൽ കേബിളൊന്നും അല്ല. ഇത് ഞാൻ വേറെ ആഫ്റ്റർ മാർക്കറ്റ് വേറെ മേടിച്ചതാണ്, ഹോണ്ടയുടെ ഷോറൂമിൽ നിന്ന് മേടിച്ചതൊന്നുമല്ല. അപ്പോൾ എന്നിട്ടും ഇത് ഒരുപാട് കാലമായിട്ട് ഞാനത് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഇതേപോലെ ചെറിയൊരു മെയിൻ്റനൻസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പോൾ കണ്ടില്ല, ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ആ ഒരു ചെറിയൊരു ഈർപ്പവും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തുരുമ്പും എന്തോ ആ ഒരു നമ്മൾ ഇട്ട ലൂബ്രിക്കേഷൻ്റെ ആ ഒരു കളറല്ല അവിടെ വന്നിട്ടുള്ളത്. എന്താ പറയുക, ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഊരിയെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഗിയർ ഓയിലാണ് ഞാൻ ലൂബ്രിക്കേഷന് വേണ്ടി ഉപയോഗിക്കാറ്. ആ ഗിയർ ഓയിൽ ഇട്ടിട്ട് വീണ്ടും ഞാൻ അതേപോലെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഒന്ന് പോയി നോക്കാവുന്നതാണ്. എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ക്ലച്ച് കേബിളാണ് അഴിക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലച്ച് കേബിൾ അഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കണ്ടില്ലേ, ഈ ഒരു
നെറ്റ് ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗം മുന്നോട്ട് ഇങ്ങനെ നീക്കി കൊണ്ടുവന്ന് മാക്സിമം അത് ലൂസായിരിക്കുന്ന കണ്ടീഷനിലേക്ക് വെക്കുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ ആ ഒരു ചെറിയൊരു ലോക്കാണ്, അത് നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുകളിലുള്ള ആ ഭാഗം കൂടി ഊരിയെടുത്താൽ നമ്മുടെ ആ കേബിൾ ഫ്രീ ആയി. കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം 50,000 കിലോമീറ്റർ ആയൊരു വണ്ടിയാണ്. ഇതുവരെ നമ്മൾ ക്ലച്ച് കേബിൾ മാറ്റിയിട്ടേ ഇല്ല. ഇപ്പോൾ നമ്മൾ മാറ്റാൻ പൊട്ടിയിട്ടൊന്നുമല്ല, നമ്മൾ ഈ ഒരു ഇന്നർ കേബിളിന് കംപ്ലയിൻ്റ് ഒന്നുമില്ല, പുറത്തുള്ള ഔട്ടറിന് കംപ്ലയിൻറ്റ് വന്നു. അപ്പോൾ അത് പിന്നെ അത് മാത്രമല്ല, നമുക്ക് പിടിക്കുന്ന സമയത്ത് ചെറിയൊരു ടൈറ്റ്നെസ്സൊക്കെ അവിടെ ഇങ്ങനെ വരാൻ തുടങ്ങി. പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ടില്ലേ, ഇതിൻ്റെ ഈ അറ്റത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ആ ഒരു സ്ട്രാൻഡുകളൊന്നും ഒരു കംപ്ലയിൻറ്റും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ ഒറിജിനൽ സാധനങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളാണിത്. മറ്റുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ അങ്ങനെ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ക്ലച്ച് കേബിൾ. അപ്പോൾ ഈ ക്ലച്ച് കേബിളിൻ്റെ വില എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം 138 രൂപയാണ്. മാർച്ച് 2022 ഡേറ്റ് വരുന്നത്. ഓക്കെ, ഇതൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ട് കുറച്ച് കാലമായിട്ടുണ്ടോ സത്യം പറഞ്ഞാൽ. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ മാറ്റണം എന്നുള്ള ഉദ്ദേശം ഉണ്ടാവും, പക്ഷേ മാറ്റാനെല്ലാം കൂടി സമയം ഒത്തു വരാത്തതുകൊണ്ട് അങ്ങനെ അവിടെ കിടക്കും. അപ്പോൾ ഇന്നലെ എന്തായാലും കുറച്ച് കംപ്ലയിൻറ്റുകൾ ഞാൻ തീർത്തു. അത് തീർക്കാനുണ്ടായ സാഹചര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മളെ ക്ലച്ച് ഈ ഒരു ഭാഗത്ത് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി താഴേക്ക് റൂട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ റൂട്ട് ചെയ്യാനൊരു പ്രത്യേക ഒരു വഴി ഉണ്ടായിരിക്കും. ആ വഴി പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ള വഴികളിലൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന സമയത്തൊക്കെ ഇതിങ്ങനെ ഒരഞ്ഞ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ, പിന്നെ എന്തായാലും കാലപ്പഴക്കം കൊണ്ട് കാലക്രമേണ ചെറിയ രീതിയിലൊക്കെ വിയർ ആൻഡ് ടിയറൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ എന്നാലും മാക്സിമം നമ്മളെ ഹാൻഡിൽ തിരിക്കുന്ന സമയത്തൊന്നും ഇത് ഇങ്ങനെ ഉരച്ചിലൊന്നും വരാത്ത രൂപത്തിൽ നല്ല നീറ്റായിട്ട് തന്നെ റൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ക്ലച്ചിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ടൈറ്റ്നസ് ചെക്ക് ചെയ്യണം. അപ്പോൾ ടൈറ്റ്നസ് ചെക്ക് ചെയ്യേണ്ടത് ഇതുപോലെ നമ്മൾ ക്ലച്ച് ജസ്റ്റ് ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ കുറച്ച് ഭാഗം നമുക്കൊരു ഫ്രീ പ്ലേ വേണം ക്ലച്ചിന്. അത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ക്ലച്ച് ഒരിക്കലും ഓവർ ടൈറ്റ് ആവാൻ പാടില്ല. ആ ഒരു ചെറിയൊരു ഫ്രീ പ്ലേ ഉണ്ടായിരിക്കണം. ഒരു 0.3 അല്ലെങ്കിൽ 0.5 mm എങ്കിലും ഫ്രീ പ്ലേ നമ്മുടെ ക്ലച്ച് ഒരു ലിവറിന് ഉണ്ടായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത വർക്ക് നമ്മുടെ കാർബറേറ്റർ ക്ലീനിങ് ആണ്. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഫുള്ളായിട്ട് ഇതുമ്പോൾ തന്നെ ഇരിക്കാനുള്ള പ്ലാൻ തന്നെ ആയിരുന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മളെ വണ്ടിക്ക് കുറച്ച് ദിവസമായിട്ട് രാവിലെ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് കുറച്ച് മിസ്സിംഗ് ഒക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കാർബറേറ്റർ ക്ലീനർ അല്ലെങ്കിൽ ത്രോട്ടിൽ ബോഡി ക്ലീനർ എന്നൊക്കെ പറയുന്ന ഈ ഒരു ലിക്വിഡാണ്. സാധാരണ പെട്രോൾ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ മുമ്പുള്ള ഡീറ്റെയിൽഡ് വീഡിയോ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്ലഗും ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. ആ പഴയ പ്ലഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ സാധാരണ നമ്മളെ പ്ലഗ് ഇങ്ങനെ അല്ല സാധാരണ അഴിക്കുമ്പോൾ കാണാറുള്ളത്, ഇത്ര ബ്ലാക്ക് ഉണ്ടാവാറില്ല. അതിൻ്റെ കാരണം വേറൊന്നും കൊണ്ടല്ല, ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ ഭയങ്കര രാവിലെ നന്നായിട്ട് ഈ മിസ്സിങ്ങിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. നമ്മുടെ ഒരു കയറ്റൊക്കെ എത്തിക്കഴിഞ്ഞാൽ കയറ്റൊന്നും വലിക്കാത്തൊരു കണ്ടീഷൻ വന്നു. അപ്പോൾ ഞാൻ ഈ ചോക്കൊക്കെ ഇട്ടിട്ടൊക്കെ ഒരുപാട് ഭയങ്കര റൈസൊക്കെ ആക്കിയിട്ടൊക്കെ വണ്ടി എടുക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മുടെ ഈ പ്ലഗിന് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. ഒരു 1-2 കിലോമീറ്റർ ഓടുന്ന സമയം വരെ ഒരു എന്താ പറയുക, നമ്മൾ ആ ഒരു പിന്നെ ടാപ്പറ്റിൻ്റെ ഒരു നോയ്സ് സൗണ്ട് വരുന്നുണ്ട്. കുറച്ച് ദൂരം ഒരു 1-2 കിലോമീറ്റർ ഓടുന്ന വരെ ഉള്ളൂ. പിന്നെ അത് മാറുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ ഹോണ്ടയിൽ കാണിച്ചപ്പോൾ അവിടെ കുഴപ്പമൊന്നുമില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ RPM പിന്നെ ഏകദേശം 1000 അല്ലെങ്കിൽ 1100 ആ റേഞ്ചിൽ RPM സെറ്റ് ചെയ്യാം. ഈ RPM തുടക്കത്തിലുള്ള RPM തന്നെ നമ്മൾ എടുക്കരുത്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒരു 5 മിനിറ്റ് 10 മിനിറ്റെങ്കിലും സ്ലോ വർക്കിങ്ങിൽ ഇട്ടതിന് ശേഷം ആ ഒരു നോർമൽ വർക്കിങ്ങിലേക്ക് നമ്മുടെ വാമപ്പിലേക്ക് വണ്ടി വന്നിട്ട് വേണം നമ്മൾ ആ RPM സെറ്റിങ് തീർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ വെച്ച സമയത്ത് ഏകദേശം 1200 അടുത്ത് അല്ലെങ്കിൽ 1150 ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ആ ഒരു പിന്നെ RPM നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ പുതിയ വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും RPM സെറ്റ് ആവും സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഡീറ്റെയിൽഡ് വീഡിയോ ആവശ്യമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്, ഒന്ന് പോയി നോക്കുക.